കീം 2025 CBT എക്സാമിനേഷൻ ഷെഡ്യൂൾ പ്രഖ്യാപിച്ചു. എഞ്ചിനീയറിംഗ് പരീക്ഷകൾ ഏപ്രിൽ 23, 25, 26, 27, 28 തീയതികളിൽ ഉച്ചയ്ക്ക് 2 മുതൽ 5 വരെയാണ് സമയം. റിപ്പോർട്ടിംഗ് സമയം ഉച്ചയ്ക്ക് 12 മുതൽ 1:30 വരെ. ഫാർമസി പരീക്ഷ ഏപ്രിൽ 24 തീയതി രാവിലെ 11:30 മുതൽ 1 മണി വരെ ആദ്യത്തെ സെഷനും ഉച്ചയ്ക്ക് 3:30 മുതൽ 5 മണി വരെ രണ്ടാമത്തെ സെഷനുമുണ്ട്. 29 തീയതി 3:30 മുതൽ 5 വരെ ഒരു സെഷൻ മാത്രമേ ഉള്ളൂ. എല്ലാവരും 2 മണിക്കൂർ മുമ്പ് തന്നെ എക്സാം സെൻറ്ററിൽ എത്തേണ്ടതാണ്. സംസ്ഥാനത്തെ വിവിധ പരീക്ഷാ കേന്ദ്രങ്ങളിലും ഡൽഹി, ചെന്നൈ, ബോംബെ, ദുബായ് എന്നിവിടങ്ങളിലുമാണ് പരീക്ഷ നടക്കുന്നത്. അപേക്ഷകരുടെ എണ്ണം കുറവായതിനാൽ ബഹ്റൈൻ, ഹൈദരാബാദ് എക്സാം സെൻറ്ററുകൾ റദ്ദാക്കിയിട്ടുണ്ട്. ഇവിടേക്ക് അപേക്ഷ നൽകിയവരുടെ മറ്റുള്ള സെൻറ്റർ ഓപ്ഷൻസാണ് പരിഗണിച്ചിരിക്കുന്നത്. അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ തന്നെ CBT എക്സാമിനേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിനായി അവസരവുമുണ്ട്. ഇനി ചെയ്യേണ്ടത് കീം ഔദ്യോഗിക വെബ്സൈറ്റായ www.cee.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ചെന്നിട്ട് കാൻഡിഡേറ്റ് പോർട്ടലിൽ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ആക്സസ് കോഡും നൽകുക. പേജ് ഓപ്പണായി വരുമ്പം അവിടെ ഇടത്തേയറ്റം പ്രൊഫൈൽ, അഡ്മിറ്റ് കാർഡ്, പ്രാക്ടീസ് ടെസ്റ്റ് എന്നിവ കാണാം. പ്രൊഫൈൽ നിങ്ങളുടെ വിശദാംശങ്ങൾ അടങ്ങിയതാണ്. അഡ്മിറ്റ് കാർഡ് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് പ്രിൻ്റ് എടുക്കാവുന്നതാണ്. കളർ പ്രിൻ്റ് എടുക്കാനാണ് പ്രിഫർ ചെയ്യപ്പെടുന്നത്. അഡ്മിറ്റ് കാർഡിൽ ഫാർമസി എക്സാമിനേഷൻ്റെയും എഞ്ചിനീയറിംഗ് എക്സാമിനേഷൻ്റെയും ദിവസവും സമയവും എക്സാം സെൻറ്ററും വേറെ വേറെ നൽകിയിട്ടുണ്ട്. ഏറ്റവും താഴെ ഇൻസ്ട്രക്ഷൻസുമുണ്ട്. നന്നായി വായിച്ച് മനസ്സിലാക്കുക. ഇനി പ്രാക്ടീസ് ടെസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് CBT ടെക്സ്റ്റ് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. തീർച്ചയായും ഒന്നിലധികം തവണ എക്സാം പ്രാക്ടീസ് ചെയ്യുന്നത് നന്നായിരിക്കും. പ്രാക്ടീസ് ടെസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യം എക്സാമിനേഷനെ പറ്റിയുള്ള ജനറൽ ഇൻസ്ട്രക്ഷൻസ് പേജിൽ ചെല്ലും. നന്നായി എല്ലാ ഇൻസ്ട്രക്ഷൻസും വായിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുശേഷം ഏറ്റവും താഴെയുള്ള ഡിക്ലറേഷൻ കോളം ക്ലിക്ക് ചെയ്താൽ എക്സാം പേജ് വരും. വലത് മുകളിലായി ടൈമർ കാണും. ടൈമറിലെ സമയം സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് അവശേഷിക്കുന്ന സമയമാണ്. ടൈമറിലെ സമയം കുറഞ്ഞു വന്ന് 0 എത്തുമ്പോൾ നിങ്ങളുടെ എക്സാം സമയം അവസാനിക്കും. എക്സാം ചോദ്യങ്ങൾ ഒരു സമയം ഒരു ചോദ്യം മാത്രമേ ഡിസ്പ്ലേ ചെയ്യുകയുള്ളൂ. ചോദ്യവും ഉത്തരങ്ങളായ 5 ഓപ്ഷൻസും കാണും. താഴെയായി 4 രീതികൾ കാണാം. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്താൽ അടുത്ത ചോദ്യത്തിലേക്കും സേവ് ആൻഡ് പ്രീവിയസ് കൊടുത്താൽ പുറകിലെ ചോദ്യത്തിലേക്കും പോകും. കൊടുത്ത ഉത്തരം തിരുത്തണമെങ്കിൽ ക്ലിയർ റെസ്പോൺസ് കൊടുത്താൽ മതി. ഉത്തരം നൽകുകയും ഉത്തരം നൽകാതെയും പെൻഡിങ് വയ്ക്കണമെങ്കിൽ മാർക്ക് ബാർ അൺമാർക്ക് ഫോർ റിവ്യൂ കൊടുത്താൽ മതിയാകും. പ്രാക്ടീസ് ടെസ്റ്റിൽ 6 ഫിസിക്സ്, 3 കെമിസ്ട്രി, 9 മാത്തമാറ്റിക്സ് ചോദ്യങ്ങൾ, മൊത്തം 18 ചോദ്യങ്ങളാണ് ഉള്ളത്. നിങ്ങൾ ഉത്തരം നൽകുന്ന ക്രമത്തിന് വലതുവശത്തായി വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ ആൻസേർഡ് ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണവും ചോദ്യ നമ്പറും കാണാം. ചോദ്യ നമ്പറിൽ ക്ലിക്ക് ചെയ്താൽ സ്ക്രീനിൽ ആ ചോദ്യം തന്നെയാണ് വരുന്നത്. റിവ്യൂ മാർക്ക് ചെയ്യുന്നവ അത്തരത്തിൽ എടുക്കുന്നതാണ് ഉചിതം. പ്രാക്ടീസ് ടെസ്റ്റിൽ തന്നിരിക്കുന്ന പല ചോദ്യങ്ങളും സിലബസിൽ ഇല്ലാത്തതാണ്. പ്രാക്ടീസ് പർപ്പസ് മാത്രമായതിനാൽ കുഴപ്പമില്ല. മെയിൻ എക്സാമിനേഷന് ഇത്തരത്തിൽ സിലബസിൽ ഇല്ലാത്ത ചോദ്യങ്ങൾ വന്നാൽ റെക്ടിഫിക്കേഷന് ശേഷം അവ റദ്ദാക്കുന്നതാണ്. താഴെയായി ലെജൻഡിൽ ആൻസേർഡ്, നോട്ട് ആൻസേർഡ്, മാർക്ക്ഡ് ഫോർ റിവ്യൂ, ആൻസേർഡ് ആൻഡ് മാർക്ക്ഡ് ഫോർ റിവ്യൂ എന്നിവയുടെ എണ്ണവും കാണാം. ചോദ്യത്തിന് ഉത്തരം നൽകിയാലും ഇല്ലെങ്കിലും റിവ്യൂ മാർക്ക് ചെയ്താലും എന്തായാലും സേവ് ആൻഡ് നെക്സ്റ്റ് അല്ലെങ്കിൽ സേവ് ആൻഡ് പ്രീവിയസ് കൊടുത്താൽ മാത്രമേ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയുള്ളൂ. മാർക്ക് ഫോർ റിവ്യൂ മഞ്ഞ നിറത്തിലും ആൻസേർഡ് ആൻഡ് മാർക്ക്ഡ് ഫോർ റിവ്യൂ വയലറ്റ് നിറത്തിലും ഉത്തരം എഴുതിയ ചോദ്യങ്ങൾ പച്ച നിറത്തിലും കാണപ്പെടും. എക്സാം ഹാളിൽ പ്രവേശിക്കുന്നത് മുതൽ CBT എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട എല്ലാ വിശദാംശങ്ങളും അടങ്ങിയ മുൻപുള്ള വീഡിയോ കാണാത്തതുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, കാണുക. കീം നീറ്റ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റ്സ് അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.